ഒരു വീട്ടിൽ പെണ്ണ് ചെയ്യുന്ന പണികൾ വേറെ ആണ് ചെയ്യുന്ന പണി. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ പെണ്ണ് ചെയ്യുന്ന പണിയും ആണ് ചെയ്യുന്ന പണിയെല്ലാം ഞാൻ തന്നെ നോക്കണം. പുറത്ത് പോയി അധ്വാനിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഞാൻ സെർവൻറ്റിനെയൊന്നും വെച്ച് ജീവിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കുറച്ച് നേരമൊക്കെ എപ്പോഴെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് നോക്കില്ല. അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ എനിക്ക് FB ഒക്കെ ഞാൻ 2016 FB ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും നമ്മളെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ്, നമ്മൾ പ്രതികരിക്കുന്നത് എന്താണ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഒരുപാട് എന്താ പറയുക FBയിൽ ഉള്ള അമ്മാവന്മാരാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. കാരണം എൻ്റെ ഫോളോവേഴ്സ് കൂടുതൽ. പിന്നെ നമ്മളെ ഇഷ്ടമില്ലാതെ കുറച്ച് പേര് നമ്മളെ എന്തെങ്കിലും താറടിച്ച് കാണിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ വന്ന് കുപ്രസിദ്ധി ഇതാക്കണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തെങ്കിലും പറയണം. അത് വളരെ കുറവാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ അതിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അതെ, മറ്റേ എമ്പുരാൻ ഇറങ്ങിയപ്പോഴും കുറേ വിഷയം ഉണ്ടായ സമയത്ത് അത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റേതായിട്ടുള്ള എമ്പുരാനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അന്ന് ഞാനുൾപ്പെടെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല നടന്മാരായിട്ട് കാണാതെ എന്തിനാണ് അവർക്കുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യക്തിപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ. എന്തിനാ നടന്മാർ ആരുടെയോ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അവർ നടന്മാരായിട്ട് കാണുക, അവരവരുടെ ഇതിൽ ജീവിക്കാൻ അനുവദിക്കുക. വെറുതെ ഇവർക്ക് ആരാ ലൈസൻസ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരെ കയറി ബുദ്ധിമുട്ടിക്കാനും. അപ്പം നമ്മളൊരാളെ എന്തെങ്കിലും പറഞ്ഞു, നമ്മൾക്കൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവരെന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചു അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഓക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതികരിക്കും, നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മളൊക്കെ ചെയ്യും. ഇതില്ലാതെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കണ്ടോടെ പേജിൽ പോയിക്കെ തെറി വിളിക്കാൻ എന്തിന്, അവർക്ക് ആരെങ്കിലും ആണോ, അവരോട് നേരത്തെ ബന്ധമുള്ളൂ. ഫേക്കടി. കാരണം അത് നട്ടലുറപ്പും ചക്കൂട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കുറേ ഈ ജീവിതത്തിലൊന്നും ആവാൻ കഴിയാത്ത ആൾക്കാർ, അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാർ, ജീവിതത്തിലൊന്നും ആൾക്കാർ ചെയ്യാനില്ലാത്തതും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തതും ഒന്നും ആവാത്തതും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന്. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമയം വളരെ കുറവാണ്. രാവിലെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ഇവിടെ തുറക്കുമ്പോൾ അത് തുണിയിടും. ഇത് ഇങ്ങനെ അത് റെഗുലറായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകണം. ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഞാൻ പോകണം. വീട്ടിൽ ലൈറ്റ് ഫ്യൂസ് ആയിപ്പോയി ഞാൻ പോയി മേടിക്കണം, ഞാൻ ഇലക്ട്രീഷ്യനെ വിളിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. നമ്മുടെ ജോലിയും ചെയ്യണം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം. ഇതൊന്നും അങ്ങനെയല്ല. വീടിനും ഗുണമില്ല, നാടിനും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ലാത്ത കുറേ എണ്ണം ഉണ്ടെന്നേ. ഒരു 10-250 രൂപ നെറ്റ് റീചാർജ് ചെയ്യുക, അവിടെ ഇരുന്നുകൊണ്ട് ആരെയും അവരുടെ പ്രൈവറ്റ് ആ പ്ലേസിൽ ഇരുന്നുകൊണ്ട് ആരെയും ആയി തോന്നുന്നത് പറയാം. അതൊരു ലൈസൻസാണ് എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്.